Dear students, exponential function. We have section 17.6 exponential and logarithmic functions. അപ്പോൾ റിയൽ കേസിൽ നിങ്ങൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ഇ റൈസ് ടു എക്സ് അതുപോലെ ലോഗ് എക്സ് ലോഗരിതമിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവും. ട്രിഗണോമെട്രിക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ, അതായത് ഇ റൈസ് ടു സെഡ്, ലോഗ് സെഡ്, അതുപോലെ സൈൻ സെഡ്, കോസ് സെഡ്, അതുപോലെ ഹൈപ്പർബോളിക് സൈൻ എച്ച് സെഡ്, കോസ് എച്ച് സെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോംപ്ലക്സ് വാരിയബിൾ സെഡിൻ്റെ കേസിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, അപ്പോൾ ഉള്ള അവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ഈ 17.6 അതുപോലെ നെക്സ്റ്റ് സെഷൻ 17.7 കൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റൈസ് ടു സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ. സോ ഇ റൈസ് ടു സെഡ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ. ഇതിന് നമുക്ക് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ എന്ന് എഴുതാം. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ്. സോ നമുക്ക് ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്ന് കിട്ടും. അതായത് റിയൽ പാർട്ട് യു എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു സെഡ് ഈക്വൽ ടു യു ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ എന്ന് കിട്ടും. ഇമാജിനറി പാർട്ട് ഓഫ് ഇ റൈസ് ടു സെഡ്, അതായത് വി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്ന് കിട്ടും. ഇനി ഇതിൽ വൈ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വൈ സീറോ ആയി പോയാൽ ഇ റൈസ് ടു സെഡ് എന്നുള്ളത് ഇ റൈസ് ടു എക്സ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഇ റൈസ് ടു സെഡ് എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇ എക്സ് പി ഓഫ് സെഡ്. ഇങ്ങനെ രണ്ട് എക്സ്പ്രഷനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉള്ളത്. ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു സെഡ് ആണ് നോക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു സെഡ് തന്നെയാണ്. ഇ റൈസ് ടു സെഡിൻ്റെ ഡെറിവേറ്റീവും ഇൻ്റഗ്രലും എല്ലാം ഇ റൈസ് ടു സെഡ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കാം നമുക്ക്. ഇ റൈസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ ഇതിൽ യു എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് കോസ് വൈ ആണ്. അതുപോലെ വി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആണ്. നമുക്കറിയാം എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ യു പ്ലസ് ഐ വി എന്ന ഫോമിലാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് സെഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കോഷി റീമാൻ ഇക്വേഷനിലും ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് യു എക്സ് കാണാം, വി എക്സ് കാണാം. യു എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആണ്. എക്സിലാണ് ചെയ്യുന്നത്, അപ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ വി എക്സ് കാണാം. വി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആണ്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വരും, സൈൻ വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഇനി എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ്. ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ, അതായത് ഇ റൈസ് ടു സെഡ് തന്നെയാണെന്ന് കിട്ടും. സോ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു സെഡ് ഈസ് ഇ റൈസ് ടു സെഡ് ഇറ്റ് സെൽഫ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് ഇ റൈസ് ടു സെഡ് നമുക്ക് കിട്ടി ഇ റൈസ് ടു സെഡ് ആണ്. എല്ലാ സെഡിനും ഏത് സെഡ് എടുത്താലും കോംപ്ലക്സ് പ്ലെയിനിലെ ഏത് സെഡ് എടുത്താലും നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ എല്ലാ പോയിൻറ്റിലും ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളതിനെ, എല്ലാ പോയിൻറ്റിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മളതിനെ അനാലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയും. അപ്പോൾ എല്ലാ പോയിൻറ്റിനും അനാലിറ്റിക് ആണ്. അനാലിറ്റിക് ഫോർ എവരി സെഡ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തത്തിൽ അനാലിറ്റിക് ആണെങ്കിൽ നമ്മൾ അതിനൊരു പേര് പറയും എൻറ്റയർ ഫംഗ്ഷൻ എന്നാണ് പറയാം. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു സെഡ് എന്താണ്? ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്. ഇ റൈസ് ടു സെഡ് ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്, കാരണം അതിനെല്ലാ പോയിൻറ്റിലും ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണ്. അതായത് രണ്ട് പോയിൻ്റ് നമ്മളെടുത്തു. z1 ഈക്വൽ ടു x1 പ്ലസ് ഐ വൈ വൺ, z2 ഈക്വൽ ടു x2 പ്ലസ് ഐ വൈ ടു. ദെൻ ഇ റൈസ് ടു z1 ഇൻറ്റു ഇ റൈസ് ടു z2 കാണണം. അപ്പോൾ ഇ റൈസ് ടു x1 പ്ലസ് ഐ വൺ ഇൻറ്റു ഇ റൈസ് ടു x2 പ്ലസ് ഐ വൈ ടു വരും.
സോ ഇതിനെ നമ്മൾ രണ്ടിനെയും നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടാക്കി എഴുതും. ഇ റേസ് ടു x1 ഇൻറ്റു കോസ് y1 പ്ലസ് ഐ സൈൻ 1 സൈ y1 ഇൻറ്റു ഇ റേസ് ടു x2 ഇൻറ്റു കോസ് y2 പ്ലസ് ഐ സൈൻ y2 എന്നെഴുതാം. ഇനി ഇ റേസ് ടു x1ഉം ഇ റേസ് ടു x2 അത് രണ്ടും ഒരുമിച്ച് എഴുതി. ഇ റേസ് ടു x1 ഇൻറ്റു ഇ റേസ് ടു x2. ഇനി ഇത് ബ്രാക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് y1 കോസ് y2 ഇനി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ഐ ഇൻറ്റു കോസ് y2 സൈൻ y1 പ്ലസ് ഐ ഇൻറ്റു കോസ് y1 സൈൻ y2. ഇവിടെ ഐ ഇൻറ്റു ഐ -1 ആണ്. മൈനസ് സൈൻ y1 സൈൻ y2 എന്ന് വരും. ഇനി ഇതിലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വേറെ വേറെ എഴുതാം. ഇപ്പോൾ ഇ റേസ് ടു x1 ഇൻറ്റു ഇ റേസ് ടു x2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഇ റേസ് ടു x1 പ്ലസ് x2 ആണ്. റിയൽ പാർട്ട് കോസ് y1 കോസ് y2 മൈനസ് സൈൻ y1 സൈൻ y2 എന്ന് കിട്ടും. പ്ലസ് ഐ ഇൻറ്റു ഇവിടെ വരിക സൈൻ y1 കോസ് y2 പ്ലസ് കോസ് y1 സൈൻ y2 എന്ന് വരും. അപ്പോൾ ഇ റേസ് ടു x1 പ്ലസ് x2 ഇൻറ്റു ഇത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. ഇതിനെ നമുക്ക് കോസ് എ പ്ലസ് ബി അതായത് കോസ് y1 പ്ലസ് y2 എന്ന് എഴുതാം. പ്ലസ് ഐ ഇൻറ്റു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അത് സൈൻ എ പ്ലസ് ബി ആണ്. അതായത് സൈൻ y1 പ്ലസ് y2 സൈൻ ഓഫ് y1 പ്ലസ് y2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു z1 പ്ലസ് z2 എന്ന് എഴുതാം. കാരണം z1 പ്ലസ് z2 എന്താ വരിക, x1 പ്ലസ് x2 പ്ലസ് ഐ ഇൻറ്റു y1 പ്ലസ് y2 വരും. അപ്പോൾ ഇ റേസ് ടു z1 പ്ലസ് z2 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇ റേസ് ടു x1 പ്ലസ് x2 ഇൻറ്റു കോസ് y1 പ്ലസ് y2 പ്ലസ് ഐ സൈൻ y1 പ്ലസ് y2 ആണ്. അതാണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഇതിനെന്ത് എഴുതാം, ഇ റേസ് ടു z1 പ്ലസ് z2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇ റേസ് ടു z1 ഇൻറ്റു ഇ റേസ് ടു z2 ഈക്വൽ ടു ഇ റേസ് ടു z1 പ്ലസ് z2 എന്ന് കിട്ടും. ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഇനി ഇതേപോലെ ഡിവിഷൻ ഉണ്ട്, അതായത് കോഷ്യൻ്റ് ഇ റേസ് ടു z1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു z2. സോ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതിയാൽ ഇ റേസ് ടു x1 ഇൻറ്റു കോസ് y1 പ്ലസ് ഐ സൈൻ 1 സൈ y1 ഡിവൈഡ് ബൈ ഇ റേസ് ടു x2 ഇൻറ്റു കോസ് y2 പ്ലസ് ഐ സൈൻ y2. ഇനി ഇ റേസ് ടു x1 ബൈ ഇ റേസ് ടു x2 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു x1 മൈനസ് x2 ആണ്. ഇൻറ്റു ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട്. കോസ് y1 പ്ലസ് ഐ സൈൻ y1 ഡിവൈഡഡ് ബൈ കോസ് y2 പ്ലസ് ഐ സൈൻ y2. കോൺജുഗേറ്റ് പറയുമ്പോൾ കോസ് y2 മൈനസ് ഐ സൈൻ y2 ഡിവൈഡ് ബൈ കോസ് y2 മൈനസ് ഐ സൈൻ y2. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു x1 മൈനസ് x2 ഇൻറ്റു കോസ് y1 കോസ് y2 പ്ലസ് സൈൻ y1 സൈൻ y2 പ്ലസ് ബാക്കിയുള്ള രണ്ട് ടേമിനും ഐ ഉണ്ടാവും. ഐ ഇൻറ്റു സൈൻ y1 കോസ് y2 മൈനസ് കോസ് y1 സൈൻ y2 എന്ന് മുകളിൽ കിട്ടും. താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ കോസ് സ്ക്വയർ y2 മൈനസ് ഐ സ്ക്വയർ സൈൻ സ്ക്വയർ y2 എന്ന് കിട്ടും. ഇനി കോസ് സ്ക്വയർ y2 മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ മൈനസും മൈനസും പ്ലസ് 2 ആവും. കോസ് പ്ലസ് 1 ആവും. കോസ് സ്ക്വയർ y2 പ്ലസ് സൈൻ സ്ക്വയർ y2 എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 ആയി മാറും ഈ ക്വാണ്ടിറ്റി. അപ്പോൾ ന്യൂമറേറ്റർ ഉണ്ടാവുക
ഇ റേസ് ടു x1 മൈനസ് x2. ഇനി ഇവിടെ നോക്കൂ, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി, ദറ്റ് ഈസ് കോസ് എ മൈനസ് ബി ആണ്. കോസ് y1 മൈനസ് y2 ഇവിടെ പ്ലസ് ഐ ഇൻറ്റു sin a cos b minus cos a sin b. This is sin a minus b. That is sin y1 minus y2. So this can be written as e raised to z1 minus z2. That is e raised to z1 divided by e raised to z2 equal to e raised to z1 minus z2. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസിൻ്റെ കോഷ്യൻസ്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇൻറ്റിജർ പവർ ആണ്. That is e raised to z whole raised to n equal to എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. e raised to z എന്ന് പറഞ്ഞാൽ e raised to x cos y plus i sin y whole raised to n. e raised to x whole raised to n എന്ന് പറഞ്ഞാൽ e raised to nx. ഇവിടെ നമ്മൾ ഡി മൂവിയസ് ഫോമുല പഠിച്ചിട്ടുണ്ട്. cos y plus i sin y whole raised to n എന്ന് പറഞ്ഞാൽ cos theta plus i sin theta whole raised to n എന്ന് പറഞ്ഞാൽ cos n theta plus i sin n theta ആണ്. അപ്പോൾ cos n y plus i sin n y എന്ന് കിട്ടും. അപ്പോൾ ഇ റേസ് ടു എൻ എക്സ് ഇൻറ്റു ഇതിനെ നമുക്ക് ഇ റേസ് ടു ഐ എൻ വൈ എന്ന് എഴുതാം. cos n y പ്ലസ് ഐ സൈൻ എൻ വൈനെ ഇ റേസ് ടു ഐ എൻ വൈ എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എൻ വൈ ആണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ പ്ലസ് ഉപയോഗിച്ചിട്ട് എഴുതാം. നമുക്കറിയാം റിസൾട്ട്, തൊട്ട് മുന്നുള്ള റിസൾട്ട് നമുക്കറിയാം. ഇ റേസ് ടു z1 ഇൻറ്റു ഇ റേസ് ടു z2 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു z1 പ്ലസ് z2 ആണ്. അപ്പോൾ ഇ റേസ് ടു എൻ എക്സ് പ്ലസ് ഐ എൻ വൈ. അപ്പോൾ n കോമൺ ആണ്. ഇ റേസ് ടു എൻ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ, ദറ്റ് ഈസ് ഇ റേസ് ടു എൻ സെഡ് എന്ന് കിട്ടും. ദറ്റ് ഈസ് ഇ റേസ് ടു സെഡ് ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു ഇ റേസ് ടു എൻ സെഡ് എന്നുള്ള റിസൾട്ട് കിട്ടും. ദറ്റ് ഈസ് ദി ഇൻറ്റിജർ പവർ ഓഫ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടി പീരിയോഡിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്താണ്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ പീരിയഡ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ എഫ് ഓഫ് സെഡ് പീരിയോഡിക് ആണ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് പ്ലസ് ടി എന്ന് എഴുതാൻ പറ്റണം. അതായത് സെഡ് ടി എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം, നോൺ സീറോ നമ്പർ ആയിരിക്കണം. അതായത് ഒരു ഫംഗ്ഷന് z കൊടുക്കുമ്പോഴും z പ്ലസ് ടി കൊടുക്കുമ്പോഴും ഒരേ വാല്യൂ കിട്ടുക. അതിനർത്ഥം എന്താ, സെഡിന് നമ്മൾ ഇപ്പോൾ ടി എന്ന് പറയുന്നത് ഒരു 10 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് ഓഫ് സെഡിനും എഫ് ഓഫ് സെഡ് പ്ലസ് 10നും ഒരേ വാല്യൂ ആണെന്ന് പറഞ്ഞാൽ ഏത് സെഡ് കൊടുത്താലും സെഡിൻ്റെ വാല്യൂ ഏതായാലും എഫ് ഓഫ് സെഡിനും എഫ് ഓഫ് സെഡ് പ്ലസ് 10നും ഒരേ വാല്യൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ആദ്യം നമ്മൾ എഫ് ഓഫ് സെഡ് കൊടുത്തു, എഫ് ഓഫ് സെഡ് പ്ലസ് 1 സെഡ് പ്ലസ് 2 സെഡ് പ്ലസ് 3 അങ്ങനെ 10 വരെയുള്ള എല്ലാം കൊടുത്തു. 10 എന്നുള്ള നമ്പർ കൊടുക്കുമ്പോൾ പഴയ വാല്യൂവിന് കിട്ടുന്നു. അതായത് നമുക്ക് ഒരു എഫ് ഓഫ് സെഡ് 1 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ ടി, 2 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ ടി, അങ്ങനെ 10ാമത്തെ വാല്യൂ കൊടുക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 1 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ ടി, അങ്ങനെ 10ാമത്തെ വാല്യൂ കൊടുക്കുമ്പോൾ വീണ്ടും അവിടെ തന്നെ എത്തുക. അതായത് റിപ്പീറ്റ് ചെയ്ത് വരിക, പിന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അതായത് 10ാമത്തെ ആകുമ്പോൾ നമ്മളിപ്പോൾ ക്ലോക്കിൽ സൂചി വരുമല്ലോ, അതായത് 12 എത്തുമ്പോൾ വീണ്ടും അവിടെ തന്നെ എത്തും. 12 വരെയുള്ളൂ, പിന്നെ 12 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 1 2 3 4 അങ്ങനെ എണ്ണ, വീണ്ടും 12-ലെത്തും, വീണ്ടും 1-ൽ തുടങ്ങും. അതായത് പിന്നെ 12-ലെത്തിയ പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ 10-ൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ പീരീഡ് 10 ആണ് എന്ന് പറയാൻ പറ്റും. അതായത് ജനറൽ ഇക്വേഷൻ ഇതാണ്, ടി ഈസ് എ പീരിയഡ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് പ്ലസ് ടി വേർ ടി ഈസ് എ നോൺ സീറോ നമ്പർ. 0 ആകാൻ പാടില്ല, കാരണം 0 കൊടുത്താൽ അതിന് ട്രിവിയൽ മീനിങ് ആണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് പ്ലസ് 0 എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം സെഡ് പ്ലസ് 0 സെഡ് തന്നെയാണ്. അപ്പോൾ 0 അല്ലാത്ത ഒരു നമ്പർ അങ്ങനെ ഒരു ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് സെഡിനെ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ സൈനൊക്കെ അങ്ങനെയാണ്, സൈൻ എക്സ് സൈൻ സെഡ് എല്ലാം അങ്ങനെയാണ്. സൈൻ എക്സും പീരിയോഡിക്കാണ്. അതായത് സൈൻ സെഡ് പ്ലസ് 2π ആണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അതായത് ഇങ്ങനെ വരാം, 2π എത്തിക്കഴിഞ്ഞാൽ പഴയ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു സെഡിൻ്റെ പീരിയോഡിസിറ്റിയാണ് നോക്കുന്നത്.
2πi ആണ് e റേസ് ടു സെഡിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2πi ആണെങ്കിൽ e റേസ് ടു സെഡ് പ്ലസ് 2πi എന്ത് കിട്ടണം? e റേസ് ടു സെഡ് തന്നെ കിട്ടണം. നോക്കാം നമുക്ക്. e റേസ് ടു സെഡ് പ്ലസ് 2πi ഈക്വൽ ടു e റേസ് ടു സെഡ് ഇൻറ്റു e റേസ് ടു 2πi. e റേസ് ടു സെഡ് ഇൻറ്റു e റേസ് ടു 2πi എന്ന് പറഞ്ഞാൽ cos 2π പ്ലസ് i sin 2π. ഇനി എന്താണ് cos 2π എന്ന് പറഞ്ഞാൽ 1 ആണ്. sin 2π എന്ന് പറഞ്ഞാൽ 0 ആണ്. 1 പ്ലസ് i 0 എന്ന് പറഞ്ഞാൽ 1. e raised to z into 1 equal to e raised to z. That is e raised to z plus 2πi equal to e raised to z. Therefore 2πi is a period. Exponential function period 2πi ആണ്. This is important ആണ്. ചോദിക്കാറുണ്ട് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് e raised to z പീരിയഡ് എന്താണെന്ന്. അപ്പോൾ 2πi ആണ് e raised to z പീരിയഡ്. ഇനി ഫണ്ടമെൻ്റൽ റീജിയൻ എന്ന് പറഞ്ഞ ഒരു റീജിയൻ ഉണ്ട്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് ഫണ്ടമെൻ്റൽ റീജിയൻ. ഇ റേസ് ടു സെഡിൻ്റെ ഫണ്ടമെൻ്റൽ റീജിയൻ ഏതാണ്? മൈനസ് പൈക്കും പ്ലസ് പൈക്കും ഇടയ്ക്കുള്ള വാല്യൂവിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റീജിയൻ ഓഫ് ഇ റേസ് ടു സെഡ് എന്ന് പറയാം. അതായത് വൈൻ്റെ വാല്യൂ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇമാജിനറി പാർട്ടിൻ്റെ വാല്യൂ മൈനസ് പൈക്കും ഇടയ്ക്കാവുന്ന റീജിയനെയാണ്. അതിൽ പ്ലസ് പൈൻ്റെ കൂടെയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത്. ഇവിടെ ലെസ് ദാനേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഫണ്ടമെൻ്റൽ റീജിയൻ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താൻ നമ്മൾ എക്സും വൈയും വരച്ചു. എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇനി നമുക്ക് വേണ്ടത് മൈനസ് പൈ ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. വൈ ഈക്വൽ ടു മൈനസ് പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൈ ആണെന്ന് വിചാരിക്കാം. ഇത് പൈ ആണ്, ഇത് മൈനസ് പൈ ഉണ്ടാവും. ഒരേ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന്. സോ വൈ ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലായിട്ട് പൈയിലൂടെ കടന്നു പോകുന്ന ലൈന്. ഇനി വൈ ഈക്വൽ ടു മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് പാരലായിട്ട് മൈനസ് പൈയിലൂടെ കടന്നു പോകുന്ന ലൈന്. പക്ഷെ ഇവിടെ മൈനസ് പൈയുടെ അവിടെ ലെസ് ദാനേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോട്ട് ഇട്ട് വരയ്ക്കുന്നുണ്ട്. ഈ ലൈൻ ഉണ്ടാവും വൈ ഈക്വൽ ടു പൈ റീജിയനിലുണ്ട്, പക്ഷെ മൈനസ് പൈ ഇല്ല. സോ അതിനിടയ്ക്കുള്ള റീജിയനാണ്. അതിനിടയ്ക്ക് വരുന്ന എല്ലാ വൈയുടെ വാല്യൂവിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റീജിയൻ ഓഫ് ഇ റേസ് ടു സെഡ് എന്ന് പറയാം. അപ്പോൾ ഒരു സ്ട്രിപ്പാണ് കിട്ടുക. അതായത് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പ്. ഇതിങ്ങനെ പോവും, രണ്ട് സൈഡിലേക്കും അങ്ങനെ ഇൻഫൈനൈറ്റായിട്ട് പോവുകയാണ്. ഒരു ചെറിയൊരു, അതായത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബാറല്ല, മുകളിലും താഴെയും ബൗണ്ടറി ഉള്ളൂ, സൈഡിൽ എന്തല്ല ബൗണ്ടറി ഇല്ല. അപ്പോൾ ഒരു സ്ട്രിപ്പ് എന്നാണ് ഇതിനെ പറയാം. ഈ സ്ട്രിപ്പാണ് മൈനസ് പൈക്കും പ്ലസ് പൈക്കും ഇടയ്ക്കുള്ള ഈ സ്ട്രിപ്പിനെയാണ് ഫണ്ടമെൻ്റൽ റീജിയൻ ഓഫ് ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്. സോ ഇനി ഇതിൻ്റെ പ്രോബ്ലംസാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.